Hi friends, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോഡൽ പ്രൊവിഷൻസ് ഓഫ് RCC ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. രണ്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വീഡിയോ ആണിത്. IS 456ന്റെ ബേസിസിൽ നമ്മളൊരു ഓവർസിയർ ഗ്രേഡ് ആയിക്കോട്ടെ ഗ്രേഡ് ആയിക്കോട്ടെ RCCയുടെ പോർഷൻ അല്ലെങ്കിൽ കോഡലിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസുകൾ ഉള്ളതാണ്. അപ്പൊ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു പോർഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന T-beam and L-beam എന്നാണ്. ജനറൽ ആയിട്ട് പറഞ്ഞ സ്ലാബ് which is assumed to be act as a compression flange of a T or L-beam shall satisfy the following. രണ്ട് കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. രണ്ട് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം അടുത്ത സ്ലൈഡിലുണ്ട്. ജസ്റ്റ് ഈ ഭാഗം വായിച്ചു നോക്കുക. ഓക്കെ, L and T ബീമിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ചിന്റെ ഇക്വേഷൻ ആണ്. അത് നമുക്ക് ടി ബീം നോക്കാം. ടി ബീമിനകത്ത് BF is equal to L0/6 plus BW plus 6DF. L beam ആണെങ്കിൽ BF is equal to L0/12 plus BW plus 3DF. ഇതിനകത്ത് BF എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ്. L0 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് സീറോ മൊമെന്റ്സ് ഇൻ ദ ബീം. BW ബ്രെഡ്ത്ത് ഓഫ് ദ വെബ്. DF എന്ന് വെച്ചാൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. B ആക്ച്വൽ വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോട്ട് നോക്കുക. For the continuous beam and frames, L0 may be assumed as 0.7 times the effective span. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതേ ഉള്ളൂ ഇവിടെ പറയാന്. Next, the vertical deflection limit may be generally assumed to be satisfied provided that the span to effective depth ratio are not greater than values that given below. നമ്മുടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷന്റെ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി സാറ്റിസ്ഫൈ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത്. അപ്പൊ അതിനൊരു വാല്യൂ ഒരു പറയുന്നുണ്ട്. അപ് ടു 10 മീറ്ററിന്റെ സ്പാൻ ആണ് എങ്കിൽ കാന്റിലിവറിൽ 7 ആണ്, ആൻഡ് സിംപ്ലി സപ്പോർട്ടിന് 20, കണ്ടിന്യൂസിന് 26. വാല്യൂസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ ഒരു നോട്ടാണ്. ഫസ്റ്റ് വൺ, for slab spanning in two directions, the shorter of the two slabs should be used for calculating the span to effective depth ratio. Next one, for two-way slabs of shorter span up to 3.5 meter with the mild steel reinforcement, span up to overall depth ratio given below may be generally be assumed to satisfy the vertical deflection limits for the loading class up to 3 kilonewton per meter square. അതിന്റെ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെങ്കിൽ 35ഉം കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ 40ഉം ആണ്. ഈ വാല്യൂസ് ആണ് ഓർത്തിരിക്കുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെങ്കിൽ അതിന്റെ വാല്യൂ 35ഉം കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ 40ഉം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ബിറ്റ്വീൻ എൻഡ് റിസ്ട്രെയിൻസ്. അതായിരുന്നു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു കോളത്തിന്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു കണ്ടീഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഷാൾ നോട്ട് ബി എക്സീഡ് 60 times ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് ദ കോളം ആണ്. സോ ഒരു കോളത്തിന്റെ കേസിൽ അൺസപ്പോർട്ടഡ് ലെങ്ത് ബിറ്റ്വീൻ എൻഡ് റിസ്ട്രെയിൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഷാൾ നോട്ട് ഇറ്റ് എക്സീഡ്സ് 60 times ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, നെക്സ്റ്റ് കോളത്തിന്റെ മിനിമം എക്സെൻട്രിസിറ്റി ആണ്. അതിനൊരു വാല്യൂ ആണ് പറയുന്നത്. അത് അൺസപ്പോർട്ടഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ 30, അല്ല എങ്കിൽ സബ്ജക്റ്റ് എ മിനിമം ഓഫ് 20 mm. ഈ രണ്ടും ആയിരിക്കും മിനിമം എക്സെൻട്രിസിറ്റിയുടെ കോളം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കുള്ള വാല്യൂസ്. എന്താണ്? അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് കോളം ഡിവൈഡഡ് ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ 30, subject to be minimum of 20 mm. Okay. Next, development length of bars. Development length denote ചെയ്യുന്നതാണ് LD. അത് 5 sigma s by 4 tau BD. ഈ ഇക്വേഷൻ ഇതേപടി ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പ്രോബ്ലംസും ന്യൂമറിക്കൽ പ്രോബ്ലംസ് വേണമെങ്കിൽ വാല്യൂസ് ഇട്ടിട്ട് LDയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം.
ഈ phi എന്ന് പറയുന്ന നോമിനൽ ഡയമീറ്റർ ഓഫ് ബാർ ആണ്. സിഗ്മ എസ് സ്ട്രെസ് ഇൻ ബാർ അറ്റ് ദ സെക്ഷൻ കൺസിഡർ അറ്റ് ദ ഡിസൈൻ ലോൺ. ടോ ബി ഡി എന്ന് പറയുന്ന ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ആണ്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എൽ ഡി ഇസ് ഇക്വൽ ടു 5 സിഗ്മ എക്സ് ബൈ 4 ടോ ബി ഡി. നെക്സ്റ്റ് ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഫോർ പ്ലെയിൻ ബാർ ഇൻ ടെൻഷൻ. കണ്ടീഷൻ ഓർത്തിരിക്കുക, ഡിസൈൻ ബോണ്ട് സ്ട്രെസിന്റെ വാല്യൂ ആണ് അത് എന്ന് വെച്ചാൽ ടോ ബി ഡിയുടെ നമ്മൾ നേരത്തെ ഇക്വേഷനകത്തെ ടോ ബി ഡിയുടെ വാല്യൂ ആണ്. അതൊരു ടേബിളിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ കണ്ടീഷൻ പ്ലെയിൻ ബാർ ആണ്, പ്ലെയിൻ ബാർ ഇൻ ടെൻഷൻ ആണ്. ഓക്കെ, അതിനകത്ത് M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോ ബി ഡിയുടെ വാല്യൂ 1.2, M25 1.4, M30 1.5, M25 1.7, M40 ആൻഡ് എബോവ് വരുന്ന 1.9 ആണ്. ഒന്നുകിൽ ഈ ടേബിളിനകത്ത് ഈ വാല്യൂസ് നിങ്ങൾക്ക് കാണാൻ പഠിക്കുക. ടോ ബി ഡിയുടെ വാല്യൂ ഡയറക്റ്റ് ഈ ടോ ബി ഡിയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ കണ്ടീഷൻസ് ആണ് ഇനി രണ്ട് പറയുന്നത്. കാരണം നമ്മുടെ ഈ കോളത്തിനകത്ത് തന്നിരിക്കുന്നത് പ്ലെയിൻ ബാസിന്റെ ആണ്, ടെൻഷൻ ആണ് അവിടുത്തെ കണ്ടീഷൻ. ഇനി ഇൻ കേസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഡീഫോംഡ് ബാസിന്റെ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ടേബിളിലെ വാല്യൂവിനെ ടു ബി ഇൻക്രീസ്ഡ് ബൈ 60%. ഓക്കെ, 60% കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ബാറിന് പകരം നമുക്ക് ഡീഫോംഡ് ബാറിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഇത് തന്നിരിക്കുന്ന ടെൻഷനെ കാര്യമാണല്ലോ. ഇനി അത് കംപ്രഷന്റെ വാല്യൂ ആയിട്ട് ബോണ്ട് സ്ട്രെസിന്റെ വാല്യൂ നമുക്ക് കംപ്രഷനിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടത് 25%. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ തന്നിരിക്കുന്നത് പ്ലെയിൻ ബാർ ഇൻ ടെൻഷൻ ആണ്, അതിന്റെ ബോണ്ട് സ്ട്രെസിന്റെ വാല്യൂ ആണ്. ഇത് ഡീഫോംഡ് ബാർ ആക്കണമെങ്കിൽ 60% കൂട്ടുകയും കംപ്രഷൻ ആണ്, ടെൻഷൻ അല്ല കംപ്രഷൻ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ അത് 25% കൂട്ടുകയും ചെയ്യണം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ആങ്കറിംഗ് ബാർ ഇൻ ടെൻഷൻ. ആങ്കറിംഗ് ബാർ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂസ് ആണ്. രണ്ട് ബെൻഡിന്റെ ഹൂക്കിന്റെ ഈ രണ്ട് വാല്യൂസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബെൻഡിനകത്താണെങ്കിൽ ആങ്കറേജ് വാല്യൂ ഓഫ് ബെൻഡ് ഷാൽ ബി ടേക്കൺ ആസ് 4 times the diameter of the bar for each 45-degree bend subjected maximum of 16 times of the diameter of bar. ബെൻഡിന്റെ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? 16 times of the diameter. 65 ആണ് മാക്സിമം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത വാല്യൂ ചോദിച്ചിട്ടുള്ളതാണ് ഹൂക്ക്. The anchorage value of the standard U-type hook shall be equal to 16 times of the diameter of bar. അത് ഹൂക്സിന്റെ ആങ്കറേജ് വാല്യൂ ചോദിച്ചിട്ടുള്ളതാണ് 16.5. ഓക്കെ, ഈ ഭാഗത്തുനിന്ന് അത് രണ്ടുമാണ് ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് കർട്ടൈൽമെന്റ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ഫ്ലക്ഷറൽ മെമ്പർ. അതിനകത്തെ ക്ലോസ് ആണ് ഓർത്തിരിക്കേണ്ടത്. ഫോർ ദ കർട്ടൈൽമെന്റ് reinforcement shall be extend beyond the point at which it is no longer required to resist the flexure for a distance equal to effective depth of member or 12 times the bar diameter, whichever is greater except in the simple support or the end of a cantilever. ആ ഒരു ക്ലോസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് എക്സ്പ്ലോഷർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോമിനൽ കോൺക്രീറ്റ് കവർ ഇൻ mm ആണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് മൈൽഡ് ആണെങ്കിൽ 20 mm, മോഡറേറ്റ് 30 mm, സിവിയർ 45 mm, വെരി സിവിയർ 50 mm, എക്സ്ട്രീം ആണെങ്കിൽ 75 mm. ഈ കവറിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിൽ എക്സ്ട്രീമിന്റെ കണ്ടീഷനിൽ എത്രയാണ് നോമിനൽ കവർ ഓഫ് കോൺക്രീറ്റ് ചോദിച്ചതാണ്. 75 mm ആയിരുന്നു ആൻസർ. ബാക്കിയും ചോദിക്കാം. നെക്സ്റ്റ് ബീമിന്റെ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട് ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്സ് ആണ്. അതിന്റെ മിനിമം ഏരിയ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ AS ആണ്. സോ AS ഇസ് ഈക്വൽ ടു 0.85 BD by FI. അതിനകത്ത് ബി എന്ന് പറയുന്ന ബ്രെഡ്ത്ത് ഓഫ് ബീം ആണ്, ഡി എന്ന് പറഞ്ഞ എഫക്റ്റീവ് ഡെപ്ത് ആണ്, FI എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ Newton/mm². അടുത്തത് മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്. അതിന്റെ കണ്ടീഷൻ ഷാൾ നോട്ട് എക്സീഡ് 0.04 BD. നെക്സ്റ്റ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിലേക്ക് വരുവാണ്. അതിനകത്തെ മാക്സിമം ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റും ആ മറ്റേ ടെൻഷന്റെ സോൺ പറഞ്ഞ പോലെ തന്നെ നോട്ട് എക്സീഡ് 0.04 BD. ഇക്വേഷൻസ് മാത്രം ഒന്ന്
സ്ട്രെസ് ചെയ്ത് പഠിക്കുക. മിനിമം ആൻഡ് മാക്സിമം റീഇൻഫോഴ്സ്മെന്റ് ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ സോൺ. നെക്സ്റ്റ് ടോപ്പിക് ആണ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ്. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഡെപ്ത് ഓഫ് വെബ് എന്ന് പറയുന്ന 750 mm കാട്ടി എക്സീഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ്. പിന്നെ അതിവിടെ കൊടുക്കുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0.1% ഓഫ് വെബ് ഏരിയ ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന് കൊടുക്കുന്ന സ്പേസിങ് 300 mm കാട്ടി എക്സീഡ് ചെയ്യുക അല്ലെങ്കിൽ വെബ് തിക്നെസ് ഇതിലേതെങ്കിലും ലെസർ വാല്യൂ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റിനകത്ത് ഓർത്തിരിക്കേണ്ടത് അവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്ന 750 mm എക്സീഡ് ചെയ്യുമ്പോഴാണ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അവിടുത്തെ ടോട്ടൽ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ 0.1% ഓഫ് വെബ് ഏരിയ ആണ്. അവിടുത്തെ സ്പേസിങ് 300 mm അല്ലെങ്കിൽ വെബ് തിക്നെസ് ഇതിലേതെങ്കിലും ലെസർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം സ്പേസിങ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. അതെന്ന് പറയുന്നത് സാധാരണ നമ്മൾ സ്റ്റിറപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വെർട്ടിക്കൽ സ്റ്റിറപ്സ് ഉണ്ട്, ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ഉണ്ട്. ഇപ്പൊ വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണ് എങ്കിൽ അത് 0.75 DA കാട്ടിലും എക്സീഡ് ചെയ്യാൻ പാടില്ല അതിന്റെ മാക്സിമം സ്പേസിങ്. ഇനിയും ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് അറ്റ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് എങ്കിൽ D ആണ് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സെക്ഷൻ ആയിട്ട് എടുക്കുന്നത്. ആ D ആണ് അതിന്റെ സ്പേസിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻസിനകത്തും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കേസിലും സ്പേസിങ് 300 mm കാട്ടി എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ കണ്ടീഷൻസ് ആണ് മാക്സിമം സ്പേസിങ്ങിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. വെർട്ടിക്കൽ ആണെങ്കിൽ 0.75 DA കാട്ടി എക്സീഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഒരു ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന 45 ഡിഗ്രി ആണെങ്കിൽ D തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് D എന്താണ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം എഫക്റ്റീവ് ഡെപ്ത് ഓഫ് എ സെക്ഷൻ ആണ്. പിന്നെ ഇതിന്റെ കൺസിഡറേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെയും 300 mm കാട്ട് ഒരിക്കലും ഒരു കേസിലും സ്പേസിങ് എന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ ആ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ASV by BSV greater than or equal to 0.4 by 0.75 FY. ASV എന്ന് പറയുന്നത് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സ്റ്റിറപ്പ് ലെഗ്സ് എഫക്റ്റീവ് ഇൻ ഷിയർ. SV എന്ന് പറഞ്ഞാൽ സ്റ്റിറപ്പ് സ്പേസിംഗ് along the length of a member. B breadth of a beam or breadth of a web of flanged beam. FI എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റിറപ്പ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ Newton per mm square. സോ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. ASV by BSV greater than or equal 0.4 by 0.87 FI. നെക്സ്റ്റ് ടോപ്പിക് സ്ലാബ്സ്. സ്ലാബിനകത്ത് നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെന്റും മാക്സിമം ഡയമീറ്റർ ആണ് നോക്കുന്നത്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മിനിമം റീഇൻഫോഴ്സ്മെന്റ്. മിനിമം റീഇൻഫോഴ്സ്മെന്റ് രണ്ടെണ്ണത്തിനുണ്ട്, MS ബാറും HYST ബാസും. MS ബാർ ആണ് എടുക്കുന്നതെങ്കിൽ 0.15% ഓഫ് ദ ടോട്ടൽ ക്രോസ് സെക്ഷനെക്കാട്ടിലും കുറയാൻ പാടില്ല. നെക്സ്റ്റ് HYST ബാർ ആണ് എങ്കിൽ ഇറ്റ് വിൽ ബി 0.12%. അപ്പം MS ബാർ ആണെങ്കിൽ 0.15% ആൻഡ് HYST ബാർ ആണെങ്കിൽ 0.12%. നെക്സ്റ്റ് മാക്സിമം ഡയമീറ്റർ. മാക്സിമം ഡയമീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ തിക്നെസ് ഓഫ് സ്ലാബിന്റെ ഡിവൈഡഡ് ബൈ 8 അല്ലെങ്കിൽ 1/8 ഓഫ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് സ്ലാബിനെ കാട്ടിലും എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് മാക്സിമം ഡയമീറ്റർ. സ്ലാബിന്റെ കേസ് ഓർത്തിരിക്കേണ്ടത് മിനിമം റീഇൻഫോഴ്സ്മെന്റും മാക്സിമം ഡയമീറ്ററും. മിനിമം റീഇൻഫോഴ്സ്മെന്റ് MS ആണെങ്കിൽ 0.15% ആൻഡ് HYST ബാർ ആണെങ്കിൽ 0.12%. ഇനി മാക്സിമം ഡയമീറ്റർ ആണെങ്കിൽ ടോട്ടൽ തിക്നെസ് ഡിവൈഡഡ് ബൈ 8 അതിൽ കൂടാൻ പാടില്ല, നോട്ട് എക്സീഡ് ചെയ്യാൻ പാടില്ല ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർ. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ ആണ് കോളംസ്. അതിനകത്ത് ആദ്യം നമ്മൾ തുടങ്ങുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റിൽ നിന്നാണ്. കുറെ കണ്ടീഷൻസ് ഉണ്ട്, ഇതേപടി പഠിക്കുക. ഓക്കെ. ആദ്യത്തേതാണ് മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ. മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.8% ഓഫ് ദി ടോട്ടൽ ക്രോസ് സെക്ഷൻ ആണ്. മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.8% ഓഫ് ദ ഏരിയ. ഇനി മാക്സിമം എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനാണ്. ഒന്ന് ബാർ ലാപ്പിഡ് ആൻഡ് ബാർ നോട്ട് ലാപ്പിഡ്. ബാർ ലാപ്പിഡ് ആണെങ്കിൽ 4% ഓഫ് ദ ഏരിയ ആണ്. ബാർ നോട്ട് ലാപ്പിഡ് ആണ് എങ്കിൽ അത് 6% ഓഫ് ഏരിയ ആണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് മിനിമം ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ.
ലോങ്ജിറ്റ്യൂഡിനൽ ബാറിന്റെ മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത് 12 mm ആണ്. ഓക്കെ, നെക്സ്റ്റ് മിനിമം നമ്പർ ഓഫ് ബാർസ്. എത്ര നമ്പർ ഓഫ് ബാർസ്? അത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ഉണ്ട്, സർക്കുലാർ ഉണ്ട്. റെക്ടാംഗിൾ ആണെങ്കിൽ 4 നമ്പേഴ്സും മിനിമം, ആൻഡ് സർക്കുലാർ ആണെങ്കിൽ 6 നമ്പേഴ്സും ആയിരിക്കും മിനിമം നമ്പർ ഓഫ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം സ്പേസിംഗ് ഓഫ് ലോങ്ജിറ്റ്യൂഡിനൽ ബാർ. അത് നോട്ട് എക്സീഡഡ് ബൈ 300 mm അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സോ മാക്സിമം സ്പേസിംഗ് ഓഫ് ലോങ്ജിറ്റ്യൂഡിനൽ ബാർ എന്ന് പറയുന്നത് 300 mm ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യമാണ്. ഇപ്പൊ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ കോളങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 5% കൂട്ടണം. 5% നമ്മൾ എവിടെ കൂട്ടണം? ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ 5% അവിടുത്തെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് ലോങ്ജിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ്സിനകത്ത് കോളത്തിനകത്ത് ലോങ്ജിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ഇനി ബാക്കി നോക്കാം. നെക്സ്റ്റ് കോളത്തിന്റെ കേസില് പിച്ച് ആൻഡ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്. ലാറ്ററൽ ടൈസിന്റെ പിച്ചും ഡയമീറ്ററും ആണ് നോക്കുന്നത്. ഈ പിച്ച് എന്ന് പറയുന്നതിനകത്ത് 3 കണ്ടീഷൻ ഉണ്ട്. ആ 3 കണ്ടീഷന്റെ ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് കംപ്രഷൻ മെമ്പർ. കംപ്രഷൻ മെമ്പറിന്റെ ഏതാണോ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ അതാണ് നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ എടുക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ 16 ടൈംസ് ദ സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ലോങ്ജിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് ബാർ ടു ബി ടൈഡ്. അതാണ് 16 ഇൻറ്റു ഏറ്റവും സ്മോളസ്റ്റ് ഡയമീറ്റർ. ലാസ്റ്റ് വണ് 300 mm. ഇതിലെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ പിച്ച് ആയിട്ട് എടുക്കുന്നത്. ലാറ്ററൽ ടൈസിന്റെ പിച്ച് ആയിട്ട് എടുക്കുന്നത് ഈ 3 വാല്യൂസിന്റെ ലീസ്റ്റ് വാല്യൂ. നെക്സ്റ്റ് വണ് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ ഉണ്ട്. 2 കണ്ടീഷൻ എന്ന് പറയുന്നത് അതിലെ ഗ്രേറ്റർ വാല്യൂ. ഒന്നെന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ ഡിവൈഡഡ് ബൈ 4. മെയിൻ ബാർ അതിന്റെ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 4. പിന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ നോ കേസ് ഇസ് ലെസ് ദാൻ 16 mm. 16 mm കുറയാൻ പാടില്ല. എന്ന് വെച്ചാൽ 16 mm ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ഇതിലെ ഏറ്റവും ഗ്രേറ്റർ വാല്യൂസ് ആയിരിക്കും നമ്മൾ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ആയിട്ട് എടുക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ ഡിവൈഡഡ് ബൈ 4ഉം 16 mm. ഇത്രയാണ് പിച്ച് ആൻഡ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്. നെക്സ്റ്റ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ പിച്ച് ആണ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് helical reinforcement is allowed for the pitch of helical turns shall not be more than 75 mm nor more than 1/6 of the core diameter of the column nor less than 25 mm nor less than 3 times the diameter of the steel bar forming the helix. അതാണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ദാൻ 75, 1/6 ഓഫ് ദ കോർ ഡയമീറ്റർ, നോർ ലെസ് ദാൻ 25, 3 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ ബാർ. ഇത്ര ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റിന്റെ പിച്ച്. നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്. ടേബിളിനകത്ത് പെർമിസിബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. ഈ കോൺക്രീറ്റിന്റെ ഗ്രേഡ് തന്നിട്ടുണ്ട്. പെർമിസിബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ, ബെൻഡിങ് ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്. ഈ 2 ഭാഗത്ത് കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുക, ബൈഹാർട്ട് ചെയ്യാൻ ഓർക്കുക. ഇപ്പം M10, M15, M20, 25 അത്രയും വരെയെങ്കിലും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് ബെൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബെൻഡിങ് കംപ്രഷൻ ഉണ്ട്. അതേപോലെ പെർമിസിബിൾ സ്ട്രെസ് ഇൻ ഡയറക്റ്റ് കംപ്രഷൻ ഉണ്ട്. ഈ വാല്യൂസ് ആണ് ഇമ്പോർട്ടന്റ്. ബെൻഡിങ്ങിനകത്ത് M10 ആണെങ്കിൽ 3, M15 ആണെങ്കിൽ 5, M20 7, M25 8.5. ഇനി ഡയറക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ M10 2.5, M15 4, M20 5, M25 6. അപ്പൊ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു പറയാം. അതിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ് M20യുടെ പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബെൻഡിങ്. അതിന്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ആൻസർ അപ്പൊ എന്ത് വരും? നമ്മൾ ആ വാല്യൂസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും 7. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. M15ന്റെ ഡയറക്റ്റ് കംപ്രഷൻ, പെർമിസിബിൾ സ്ട്രെസ് ഇൻ ഡയറക്റ്റ് കംപ്രഷന്റെ വാല്യൂ. അപ്പൊ അതിന്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ എത്രയാണ്? 4 എന്ന് വരും. സോ ഈ 2 ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. മാക്സിമം നമ്മൾ 25, M25 എങ്കിലും ഒന്ന് ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത ടേബിള് പെർമിസിബിൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്.
അതിനകത്ത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് തന്നിട്ടുണ്ട്. അത് ടെൻഷനിലും കംപ്രഷനിലും ഉള്ളത്. പിന്നെ പെർമിസിബിൾ സ്ട്രെസ്സിന്റെ വാല്യൂ ആണ്. അത് മൈൽഡ് സ്റ്റീൽ ഉണ്ട്, മീഡിയം ടെൻസൈൽ സ്റ്റീൽ ഉണ്ട്, അതേപോലെ HYST ഉണ്ട്. അപ്പൊ ഈ 3 വാല്യൂസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം നമുക്ക് ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് ടെൻഷൻ ആണ്. ടെൻഷനകത്ത് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 20 mm ആണ് എങ്കിൽ അവിടുത്തെ വാല്യൂ ആണ് മൈൽഡ് സ്റ്റീലിന്റെ 140. ഇനി ബിയിൽ എടുക്കുവാണെങ്കിൽ ഓവർ 20 mm ആണ് എങ്കിൽ അത് 130 ആണ്. ഇനി കംപ്രഷൻ ഇൻ കോളംബാസ് ആണെങ്കിൽ 130. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മീഡിയം ടെൻസൈൽ സ്റ്റീലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 20 mm അതേപോലെ ഓവർ 20 mm വാല്യൂ എന്ന് പറയുന്നത് 190 തന്നെയാണ്. രണ്ടിനും സെയിം വാല്യൂ തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് HYST ആണ്. HYSTക്ക് ടെൻഷൻ അപ് ടു ഇൻക്ലൂഡിങ് 20 mm ആൻഡ് ഓവർ 20 mm വാല്യൂ എന്ന് പറയുന്നത് 230 ആണ്. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും, ഒരേപോലെ വാല്യൂസ് വരുന്നത്. അപ്പൊ 230 ആയിരിക്കും. പിന്നെ ഉള്ളത് വ്യത്യാസമുള്ളത് കംപ്രഷനിലാണ്. കംപ്രഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 190 ആണ്. ഇപ്പൊ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 20 mm MS പെർമിസിബിൾ സ്ട്രെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്തൊരു 140 എന്ന് വരും. അത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ 213 ചോദിച്ചിട്ടുള്ള HYST ബാറിന്റെ ഇതേപോലെ പെർമിസിബിൾ സ്ട്രെസ്സും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ടേബിള് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ഷിയർ. ഷിയറിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനകത്ത് ഇപ്പൊ എടുത്തു പറയാനുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ. പ്രീവിയസ് ഇയറിൽ ഇത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ടോവി ഈസിക്കൽ ടു V/BD. ഈ V എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ഡിസൈൻ ലോഡ് ആണ്. ടോ V എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോമിനൽ ഷിയർ സ്ട്രെസ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ഈ ഇക്വേഷൻ ഇട്ടത് ടോവി ഈസിക്കൽ ടു V/BD എന്ന് കൊടുത്തു. അതിൽ ഈ ടോവി എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ എന്ത് വരും? നോമിനൽ ഷിയർ സ്ട്രെസ്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, ടോവി ഈസിക്കൽ ടു V/BD. നെക്സ്റ്റ് ടേബിള് എഫക്റ്റീവ് ലെങ്ത് ഓഫ് കംപ്രഷൻ മെമ്പർ ആണ്. ഇതിനകത്ത് സാധാരണ ചോദിക്കാറുള്ളത് ഈ ഡിഗ്രി ഓഫ് എൻഡ് റിസ്ട്രെയിൻസ് ഓഫ് കംപ്രഷൻ മെമ്പർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നിട്ട് ആൻസർ ആയിട്ട് ഈ റെക്കമെൻഡഡ് വാല്യൂ ഓഫ് എഫക്റ്റീവ് ലെങ്ത് രണ്ടാമത്തെ കോളം ആണ് കാണിക്കുന്നത്. അത് ആ ഒരു വാല്യൂസ് മാത്രം നിങ്ങൾ കാണാൻ പഠിക്കുക കണ്ടീഷൻസിന്റെ ബേസിസിൽ. ആദ്യം പറഞ്ഞിരിക്കുന്ന 3 എണ്ണമാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടുള്ളത്. ഈ ബാക്കിയുള്ള കണ്ടീഷൻസും ചോദിക്കാം. കണ്ടിട്ടുള്ളത് ഈ ഫസ്റ്റ് 3 എണ്ണമാണ്. അപ്പൊ ആദ്യം അത് നോക്കാം. അപ്പം ആദ്യത്തേത് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റിസ്ട്രൈൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ ഇൻ ബോത്ത് എൻഡ്സ്. അതിന്റെ തിയററ്റിക്കൽ വാല്യൂ ഉണ്ട്, അതേപോലെ റെക്കമെൻഡഡ് വാല്യൂ ഉണ്ട്. റെക്കമെൻഡഡ് വാല്യൂ ആണ് സാധാരണ ക്വസ്റ്റ്യൻസ് കാണുന്നത്, അതുകൊണ്ട് നമുക്ക് അത് റെക്കമെൻഡഡ് വാല്യൂ പറയാം. 0.65 L. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് റിസ്ട്രൈൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ അറ്റ് വൺ എൻഡ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 0.8 L. നെക്സ്റ്റ് വൺ എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റിസ്ട്രൈൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ. അതിന്റെ ആൻസർ 1 L എന്ന് വരും. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ഓർത്തിരിക്കുക, ബാക്കി കണ്ടീഷൻസ് വായിച്ചു നോക്കിയേക്കുക, ചിലപ്പോൾ ചോദിക്കാം. സോ ഇത്രയാണ് കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള വീഡിയോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.